ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചപ്പാത്തി വെജ് റോളാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 3 ചെറിയ ഉരുളക്കിഴങ്ങ് കുക്കറിൽ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള നമുക്ക് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഞാൻ ചേർത്തു. ചെറിയൊരു ബീട്രൂട്ട് വളരെ ചെറുതായി കൊത്തി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനൊരു അല്പസമയം മതി കുക്കായി കിട്ടാൻ ബീട്രൂട്ട്. ഇവിടെ ബീട്രൂട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഉടയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. അല്പം മല്ലിയില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് യോജിപ്പിക്കാം. ഇവിടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന വീഡിയോ ഞാൻ വേറെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുള്ളതാണ്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 2 സൈഡിലും അല്പം മാവ് തൂത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ വെള്ളവും ഉപ്പും മാത്രമേ ഈ മാവിൽ ചേർത്തിട്ടുള്ളൂ. വേറെ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ നൈസായിട്ട് പരത്തിയെടുക്കുന്നതായിരിക്കും നല്ലത്, കനം കുറച്ച്. ഇവിടെ ചപ്പാത്തി ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചപ്പാത്തി ചുട്ടെടുക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും ഞാൻ ഓയിൽ ഉപയോഗിച്ചിട്ടില്ല. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ ഈ പാനിലൊന്നും ഓയിലൊന്നും തേച്ചിട്ടില്ല. ഇപ്പോൾ ഇത് ഒരു സൈഡ് ചെറിയ കുമിളകൾ വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. മറു സൈഡും ചെറിയ കുമിളകൾ വരുമ്പോൾ ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. തിരിച്ചിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തി റെഡിയായി. അതുപോലെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കാം. എണ്ണ കഴിച്ചുകൂടാത്തവർക്ക് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി ഓയിലില്ലാതെ കഴിക്കാവുന്നതാണ്.
ഈ ചപ്പാത്തിയിൽ ഉപ്പും വെള്ളവും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഓയിലൊന്നും ഞാൻ ചേർത്തിട്ടില്ല. എന്നിട്ട് നല്ലതായി പൊങ്ങി വരുന്നുണ്ട്. ചപ്പാത്തി റെഡി. ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ഇപ്പോൾ ഞാൻ നടുക്കോട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ വെക്കരുത്. ഇത് സൈഡിലേക്ക് നീക്കി വെച്ച് കൊടുക്കണം. അല്പം സൈഡിലേക്ക് വേണം വെച്ച് കൊടുക്കാൻ. എന്നാലേ നമുക്കത് ചുരുട്ടിയെടുക്കാൻ പറ്റൂ. ഇതുപോലെ ചുരുട്ടിയെടുക്കണം. 2 സൈഡും മടക്കി കൊടുക്കുക. അടുത്ത ഒന്നുകൂടി നമുക്ക് ഫില്ലിങ് വയ്ക്കാം. സൈഡിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ചുരുട്ടി കൊടുക്കുക. ഇതുപോലെ ഒന്നുകൂടി നമുക്ക് ഫില്ലിങ് വെച്ചെടുക്കാം. എന്നിട്ട് വറുക്കാം. റെഡി. ഇതിനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് എണ്ണയിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് അല്പം മാത്രം അതിലേക്ക് ഈ ചപ്പാത്തി 2 സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കാം. ചപ്പാത്തി ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രധാനമായും തീ കുറഞ്ഞിരിക്കണം. ഫ്ലെയിം ലോയിലായിരിക്കണം. ഇല്ലെങ്കിൽ ചപ്പാത്തി കരിഞ്ഞു പോകും. രണ്ട് സൈഡും ഇതുപോലെ മൂപ്പിച്ചെടുക്കുക. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ കഴിക്കാൻ എളുപ്പമായിരിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.